Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടത്തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ മുട്ട ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് സവാള അത് നല്ല ചെറുതായിട്ട് വേണം അരിയാനായിട്ട് പിന്നെ പച്ചമുളക് ഇതിപ്പോൾ ഒരു പച്ചമുളക് എടുത്തേക്കുന്നത് അപ്പോൾ എരിവിനനുസരിച്ച് എത്ര പച്ചമുളക് വേണമെന്ന് വെച്ചാൽ അതിടുക കുറച്ച് കറിവേപ്പില ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് വേണം ഒരുപാടൊന്നും വേണ്ട കുറച്ചിട്ടേച്ചാൽ മതി 1/2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിക്കാം മുട്ടയൊന്ന് നന്നായിട്ട് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേങ്ങ ഇട്ടേക്കുന്നത് ഞാനൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ആയിരിക്കും ഇട്ടിരിക്കുന്നത് എന്താ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീഞ്ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പ്ലേറ്റ് കഴുകിയിട്ട് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളം മതി ഇത്രയേ ഉള്ളൂ അത് ഈ മുട്ടയുടെ പുറത്തേക്ക് ഒഴിക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണിൻ്റെ അല്ലെങ്കിൽ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഇത് ഇളക്കുന്നത് ഇങ്ങനെ ഇത് കണക്ക് ഇളക്കി കൊടുക്കാം സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചെറിയ ചെറിയ പീസായിട്ട് മുറിഞ്ഞു വരും അപ്പോൾ മുട്ടയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മുട്ട നല്ലപോലെ കുഞ്ഞു പീസായിട്ട് മുറിഞ്ഞിട്ടുമുണ്ട് ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ചൂടാറി കഴിയുമ്പോൾ ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു എൻ്റെ വീട്ടിൽ വന്ന് കയറിയ ഒരു പുതിയൊരു ഗസ്റ്റാണ് ഇത് ഞാൻ എത്ര ഓടിച്ചാലും പോകത്തില്ല ഇത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഇരിക്കുമോ ഇത് ഡോറൊക്കെ തുറന്നിട്ടാലും പോകില്ല അതിങ്ങനെ അവിടെ വന്ന് ഡോറിൻ്റെ അവിടെ പോയി നോക്കും ഇത് വീണ്ടും റൂമിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറിപ്പോരും നല്ല ഇണങ്ങിയ ഒരു കിളിയാണ് അത്